വിൽസൺ എൻ്റർടൈൻമെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചാണ്. ഡ്രാഗൺ ഫ്രൂട്ട് നട്ടത് മുതലുള്ള വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു. എൻ്റെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ എൻ്റെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് 7 മാസം വരെയായ പ്ലാന്റിൻ്റെ വളർച്ചയെ പറ്റിയാണ്. ഞാൻ ഡ്രാഗൺ ചെടി നട്ടിരിക്കുന്നത് PVC പൈപ്പിലും പ്ലാസ്റ്റിക് ബക്കറ്റിലുമായിട്ടാണ്. ഡ്രാഗൺ ചെടി വളർന്നു വരുന്നത് പൈപ്പിനോട് പറ്റിപ്പിടിച്ച് മുകളിലോട്ട് വളർന്നു വരുന്നു. മറ്റ് ചെടികളെ അപേക്ഷിച്ച് വെള്ളം വളരെ കുറച്ച് മാത്രം ഈ ചെടിക്ക് മതി. നല്ല വെയിലുള്ള സമയത്ത് 2 ആഴ്ച കൂടി ഇരിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നിങ്ങൾ ഈ കാണുന്ന പ്ലാന്റ് ഏകദേശം പൈപ്പിന് മുകളിലെത്തി. ഇനി ഇതിന് മുകളിൽ കമ്പി വെച്ചേക്കുന്ന ഭാഗത്ത് ടയർ കെട്ടി ഡ്രാഗൺ പ്ലാന്റിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് കുറച്ചാൾ കഴിയുമ്പോൾ അതിന് പുതിയ ബ്രാഞ്ചസ് വന്ന് ടയറിന് മുകളിൽ കൂടെ കീഴേക്ക് പടർത്തി വിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ കാണുന്ന പൈപ്പിൽ കാണാം ടയർ സെറ്റ് ചെയ്തതാണ്. ഇനി ഈ ഡ്രാഗൺ പ്ലാന്റ് ടോപ്പിലെത്തി ടയറിന് മുകളിലെത്തി അവിടെ വെച്ച് നമ്മൾ ടോപ്പ് ഭാഗം കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പുതിയ ബ്രാഞ്ചസ് വന്ന് ടയറിന് മുകളിൽ കൂടെ കീഴിലേക്ക് പടർത്തി വിടും. നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവുകയുള്ളൂ. ഡ്രാഗൺ ചെടി വിദേശിയാണെങ്കിലും നമ്മുടെ കാലാവസ്ഥയിലും നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ഇത് കൃഷി ചെയ്യുന്നുണ്ട്.